എല്ലാവർക്കും കൊമേഴ്സ് ടോപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിന്റെ പാർട്ട് ബി ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ടേംസിനെ കുറിച്ചാണ്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോണ്ടാവും, അസറ്റ്, ലയബിലിറ്റി, ബാലൻസ് ഷീറ്റ്, അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഇനി എന്താണ് അക്കൗണ്ടിങ്, അതുപോലെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ് അതൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ടേംസ് മനസ്സിലാക്കണം. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയുന്നത്, അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ടേംസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ബേസിക് ടേംസ്, എന്തൊക്കെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്, അതിന്റെ അകത്തെ ഓരോ ടേമുമാണ് എന്ത് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്ന ടേമാണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? എന്താണ് ക്യാപിറ്റൽ എന്നാണെന്ന് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഫോർ ഹിസ് ബിസിനസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. എന്താണ് ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഫോർ ഹിസ് ബിസിനസ്. ഓണർ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പൈസക്ക് പറയുന്ന പേരാണ് എന്ത്, ക്യാപിറ്റൽ. അത്രേ ഉള്ളൂ. ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ. സിമ്പിൾ ആയിട്ട് നമുക്ക് അത്രയും പറയാം. എന്താ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണെന്ത് ക്യാപിറ്റൽ. ഓക്കെ, അത് ബിസിനസ് ആരംഭിക്കുമ്പോൾ കൊണ്ടുവന്നാലും അത് എന്താണ്, ക്യാപിറ്റൽ ആണ്. അതായത് ബിസിനസ് ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പൈസ കൊണ്ടുവന്നു, എന്നാലും എന്താണ്, ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ മലയാളം നമ്മൾ പറയും മുതൽ മുടക്ക് അല്ലെങ്കിൽ മൂലധനം എന്നൊക്കെ പറയാം. അതായത് ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസക്കാണ് നമ്മൾ എന്ത് പറയാ, ക്യാപിറ്റൽ എന്ന് പറയാം. അത്രയും ചിന്തിക്കുക. ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ത്, ഡ്രോയിങ്സ്. അതായത് അതെന്തിനാ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയോ, രണ്ടാമത്തെ പോയിന്റ് ഡ്രോയിങ്സ്. അതായത് ഡ്രോയിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ക്യാഷ് ഓർ ഗുഡ്സ് വിഡ്രോഡ് ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ക്യാഷോ അതല്ലെങ്കിൽ ഗുഡ്സോ ഓണർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഞാൻ ഈ ക്യാപിറ്റലും ഡ്രോയിങ്സ് എന്താണ് അടുത്തടുത്ത് എഴുതി പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസക്ക് എന്ത് പറയും, ക്യാപിറ്റൽ എന്ന് പറയും. ഓണർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യം, ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വെക്കേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ യൂസ്. ഓണർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് പൈസ പിൻവലിക്കുകയാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഓക്കെ, ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു ബിസിനസ് നടത്താണ്. എന്റെ വീട്ടിലെ കറണ്ട് ബിൽ അടയ്ക്കാൻ വേണ്ടി ഞാൻ എന്റെ ഓഫീസിൽ നിന്ന്, അതായത് ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തു. ഓക്കെ, അപ്പൊ അതെന്തായിട്ടാ കണക്കാക്കുക, ഡ്രോയിങ്സ്. കാരണം എന്താ, എന്റെ വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഓക്കെ, അതേപോലെ ബിസിനസ് എന്ന് പറയുന്നത് വേറെയാണ്. ബിസിനസ്സും അതേപോലെ തന്നെ ഓണറിന്റെ പേഴ്സണൽ ലൈഫും രണ്ടും രണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അക്കൗണ്ടിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ബിസിനസ് മറ്റൊരു എൻറ്റിറ്റിയും ഓണർ എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റിയും ആയിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഓണർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. അതല്ല, ബിസിനസിന്റെ ആവശ്യത്തിനാണ് പൈസ എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എക്സ്പെൻസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ചിന്തിക്കുക. ഓണർ ഓഫീസ് ആവശ്യം, അതായത് ബിസിനസിന്റെ ആവശ്യത്തിന് പൈസ എടുത്താൽ അത് എക്സ്പെൻസ് ആണ്. പകരം എന്താണ്, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ പിൻവലിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, ഡ്രോയിങ്സ് ആവുള്ളൂ. അത് ക്യാഷ് മാത്രമല്ല, ഞാനിപ്പോ ഒരു തുണിക്കടയാണ് നടക്കുന്നത്. എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഞാൻ എന്ത് ചെയ്തു, എന്റെ ബിസിനസ്സിൽ നിന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതും എന്താണ്, ഡ്രോയിങ്സ് ആണ്. അതാ പറയാ, ക്യാഷ് ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്.
ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ പ്രൊപ്രൈറ്റർ ബിസിനസ്സിൽ നിന്ന് എടുക്കുകയാണ് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഓക്കെ, മനസ്സിലായി കരുതുന്നു. അടുത്തത് അസറ്റ്. അടുത്ത ടേമാണത് അസറ്റ്. എന്താ ഈ അസറ്റ്? അസറ്റ് എന്റെ അസറ്റാണത്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തായിരിക്കും അസറ്റ്? അസറ്റ്സ് ആർ വാല്യുബിൾ തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ്. എന്ന് വെച്ചാൽ ബിസിനസ്സിലുള്ള, അതായത് വിലപിടിപ്പുള്ള എല്ലാ വസ്തു എന്താണ്? ബിസിനസിന്റെ ആസ്തിയാണ്. ഉദാഹരണം പറയാം. ബിസിനസിന്റെ കയ്യിലുള്ള പൈസ, അതായത് കയ്യിലുള്ള ക്യാഷ്, അവിടെ അക്കൗണ്ടില് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിന്റെ കൗണ്ടറിലുള്ള ക്യാഷ് ബിസിനസിന്റെ ആസ്തിയാണ്. ബിസിനസ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന പൈസ അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ബിസിനസിന്റെ ആസ്തിയാണ്. ബിസിനസിന്റെ ബിൽഡിംഗ് ബിസിനസിന്റെ ആസ്തിയാണ്. ബിസിനസ്സിലെ കാർ ബിസിനസിന്റെ ആസ്തിയാണ്. ബിസിനസിന് സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി ബിസിനസിന്റെ ആസ്തിയാണ്. ബിസിനസ്സിലുള്ള ഫർണിച്ചർ ബിസിനസിന്റെ ആസ്തിയാണ്. അങ്ങനെ ബിസിനസ്സിലുള്ള എല്ലാ ആസ്തിയെയും ചേർത്താണ് നമ്മൾ എന്ത് പറയാ? അസറ്റ്. ഓക്കെ, ബിസിനസിന്റെ കംപ്ലീറ്റ് ആസ്തിക്കാണ് നമ്മൾ എന്ത് പറയാ? അസറ്റ് എന്ന് പറയാ. ഓക്കെ, ഈ അസറ്റിനെ തന്നെ നമ്മള് കറണ്ട് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും തിരിക്കും. ഏതാ? അസറ്റിനെ തന്നെ എത്രയായി തരംതിരിക്കുന്നു? കറണ്ട് അസറ്റും അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റും. കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും. അസറ്റിനെ തന്നെ എത്രയായി തരംതിരിക്കുന്നു? ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. അപ്പൊ എന്താണ് കറണ്ട് അസറ്റ്? എന്താ ഫിക്സഡ് അസറ്റ്? കറണ്ട് അസറ്റ് മീൻസ് അസറ്റ് ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് ഷോർട്ട് പീരീഡ്. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്താ? ലോങ് പീരീഡ്. അതായത് ഒരു ചെറിയ കാലയളവിലേക്ക് ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്ത് പറയാ? കറണ്ട് അസറ്റ്. ഓക്കെ, ചിലപ്പോ ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെയും നമ്മൾ എന്ത് പറയും? കറണ്ട് അസറ്റ്. ഇനി ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ? ഫിക്സഡ് അസറ്റ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. വെഹിക്കിൾ, വണ്ടി. നമ്മൾ 1 മാസം 2 മാസമോ അല്ലെങ്കിൽ 6 മാസം എന്നല്ല ഒരു വണ്ടി ഉപയോഗിക്കുക, ഒരുപാട് വർഷം ഉപയോഗിക്കും. അപ്പം വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റ്. ഒരു ബിൽഡിംഗ് നമ്മൾ ദീർഘകാലം ഉപയോഗിക്കും, സോ ബിൽഡിംഗ് എന്താ? ഫിക്സഡ് അസറ്റ്. ഫർണിച്ചർ ഒരുപാട് കാലം ഉപയോഗിക്കും, അതുകൊണ്ട് എന്താ? ഫിക്സഡ് അസറ്റ്. അങ്ങനെ ദീർഘകാലം നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഫിക്സഡ് അസറ്റ് എന്ന് പറയും. അതേപോലെ ചെറിയൊരു പീരീഡിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റാണ് എന്ത്? കറണ്ട് അസറ്റ്. അതാണ് അസറ്റ് ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ പറ്റുന്നതിനെ നമ്മൾ എന്ത് പറയും? കറണ്ട് അസറ്റ് എന്ന് പറയും. അതായത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ പറയും, സ്റ്റോക്ക്. ബിസിനസ്സിൽ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കും, കുറച്ച് നമ്മൾ പ്രൊഡക്റ്റ്. അത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ എന്താ? നമുക്ക് പണമായിട്ട് മാറും. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? കറണ്ട് അസറ്റ് ആണ്. ഒരു വർഷത്തിനുള്ളിൽ നമുക്കത് വിറ്റ് പണമാക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും എന്ത് പറയാം? നമുക്ക് കറണ്ട് അസറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ മൊത്തം ആസ്തിയെ ചേർത്ത് നമ്മൾ എന്ത് പറയും? അസറ്റ് എന്ന് പറയും. ഈ അസറ്റിനെ തന്നെ നമ്മൾ എത്രയായി തരംതിരിച്ചു? 2. ഏതൊക്കെയാ? ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. കറണ്ട് അസറ്റ് എന്ന് വെച്ചാൽ എന്താ പറയാ? ഒരു ചെറിയ കാലത്തേക്ക് ഉപയോഗിക്കുന്നു. എങ്കിൽ ഫിക്സഡ് അസറ്റോ ലോങ് പീരീഡിലേക്ക് ഉപയോഗിക്കുന്നു. കഴിഞ്ഞില്ല. ഇനി ഈ ഫിക്സഡ് അസറ്റിനെ തന്നെ വീണ്ടും നമ്മൾ 2ആയി തരംതിരിക്കും. ഓക്കെ, അസറ്റിനെ നമ്മൾ എത്രയായി തരംതിരിച്ചു? കറണ്ടും ഫിക്സഡും. ഇനി ഈ ഫിക്സഡ് അസറ്റിനെ നമ്മൾ എത്രയായിട്ട് തിരിക്കാൻ പോകുന്നത്? ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും. എന്താ? ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ എന്ന് വെച്ചാൽ എന്താ? തൊട്ടോ കണ്ടോ നമുക്ക് എന്താ? സ്പർശിച്ചോ അറിയാൻ പറ്റുന്നതാണ് ടാഞ്ചിബിൾ. നമുക്ക് ഫീൽ ചെയ്യും, അതായത് നമുക്ക് അതിനെ സ്പർശിക്കാൻ പറ്റും, കാണാൻ പറ്റും. അങ്ങനെയുള്ള അസറ്റാണ് എന്ത്? ടാഞ്ചിബിൾ അസറ്റ്. നേരത്തെ പറഞ്ഞ കാറ്, ബിൽഡിങ്, മിഷനറി, ഫർണിച്ചർ, ഇതൊക്കെ നമുക്ക് എന്താ?
തൊട്ട് നോക്കി ഫീൽ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് എന്ത് ടാഞ്ചിബിൾ അസറ്റ്. ഈ ഫിക്സഡ് അസറ്റിലെ തന്നെ ടാഞ്ചിബിൾ അസറ്റ്. അപ്പൊ ഇൻടാഞ്ചിബിൾ എന്നർത്ഥം എന്തായിരിക്കും? ആ വാക്ക് തന്നെയാണ് ഇൻടാഞ്ചിബിൾ. വി കനോട്ട് ടച്ച് ഓർ ഫീൽ. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കാണാനോ സ്പർശിക്കാനോ പറ്റാത്ത അസറ്റ് ആണ് ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്തായിരിക്കും അത്? നമുക്ക് കാണാനും സ്പർശിക്കാനും പറ്റില്ല, പക്ഷെ ബിസിനസിന്റെ ആസ്തിയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണത്? അതിന് പറയുന്നതാണ് ഒന്ന് ഗുഡ് വിൽ. എന്താണ് പറയാ? ഗുഡ് വിൽ. എഴുതാം, ഗുഡ് വിൽ. ഗുഡ് വിൽ എന്താണ്? ഗുഡ് വില്ല് മലയാളം പറയും സൽപ്പേര് എന്നൊക്കെ പറയും. അതായത് ഇപ്പൊ ഒരു വലിയ കമ്പനി, ഇപ്പൊ ഇത് പറയാ ടാറ്റ. ടാറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് പുറത്തൊരു ബ്രാൻഡ് നെയിം ഉണ്ട്. അതാണ് എന്ത്? അതിന്റെ ഒരു സൽപ്പേര്. ആ ഒരു സാധനത്തിനാ കമ്പനി കാണാൻ പറ്റും, പക്ഷെ അതിന്റെ ആ ഒരു സൽപ്പേര് എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് സ്പർശിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പൊ നല്ലൊരു സ്കൂള്, അവിടെ പഠിച്ച 100% വിജയം ഉറപ്പാണ്. ആ സ്കൂള് കാണാൻ പറ്റും, പക്ഷെ ആ സ്കൂളിനുള്ള ഒരു സൽപ്പേരുണ്ട്. അത് നമുക്ക് കാണാനും പറ്റില്ല, സ്പർശിക്കാനും പറ്റില്ല. പക്ഷെ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത് അസറ്റ് ആണ്. നമ്മൾ ബാലൻസ് ഷീറ്റിലൊക്കെ കാണിക്കുന്ന കാര്യമാണ്. അത് നിങ്ങളൊരു വേറെ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കും. ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ കാര്യമൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇത്രയും മൈൻഡിൽ വെക്കുക. ഗുഡ് വിൽ എന്ന് പറയുന്നത് നമുക്ക് കാണാനും പറ്റില്ല, സ്പർശിക്കാനും പറ്റില്ല, പക്ഷെ അതെന്താണ്? അസറ്റ് ആണ്. അങ്ങനെ നമുക്ക് കാണാനും സ്പർശിക്കാനും പറ്റാത്ത കാര്യങ്ങളെ പറയുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ. നമുക്ക് കാണാനും സ്പർശിക്കാനും പറ്റില്ല. ഉദാഹരണം ഗുഡ് വില്ല്. പിന്നെ നമുക്ക് പറയാം കോപ്പിറൈറ്റ്. ഓക്കെ, പിന്നെ പറയാം പേറ്റന്റ്. ഒന്ന് മൈൻഡിൽ നോക്കാം. ഗുഡ് വില്ല്, കോപ്പിറൈറ്റ്, പേറ്റന്റ്. വൺ വേർഡിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം ഗുഡ് വിൽ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഇൻടാഞ്ചിബിൾ അസറ്റ്. കോപ്പിറൈറ്റ് എന്താ? ഇൻടാഞ്ചിബിൾ അസറ്റ്. പേറ്റന്റ് എന്താ? ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ, അപ്പൊ അസറ്റ് എന്ന് വെച്ചാൽ എന്താ? ബിസിനസിന്റെ ആസ്തി. അസറ്റിനെ എത്രയായി നമ്മൾ തരംതിരിച്ചു? ഫിക്സഡ് അസറ്റ് ആൻഡ് കറന്റ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്താ? ലോങ് പീരീഡിലേക്ക് ഉപയോഗിക്കുന്ന അസറ്റ് ആണ് എന്ത്? ഫിക്സഡ് അസറ്റ്. ഇനി കറന്റ് അസറ്റോ? അസറ്റ്സ് ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ചെറിയ കാലത്തിലേക്ക് ഉപയോഗിക്കുന്ന അസറ്റ് ആണ് എന്ത്? കറന്റ് അസറ്റ്. ഇനി ഫിക്സഡ് അസറ്റിനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്തു? രണ്ടായി തരംതിരിച്ചു. ഏതൊക്കെ? ടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് വെച്ചാൽ വി ക്യാൻ ടച്ച് ഓർ ഫീൽ. നമുക്ക് കാണാൻ പറ്റും, സ്പർശിക്കാൻ പറ്റും. അതാണ് എന്ത്? ടാഞ്ചിബിൾ അസറ്റ്. ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി, ഫർണിച്ചർ ഇതൊക്കെ എന്താണ്? ടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇനി ഇൻടാഞ്ചിബിൾ, നമുക്ക് കാണാനും സ്പർശിക്കാനും പറ്റാത്ത അസറ്റ് ആണ് ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് പറയും ഗുഡ് വില്ല്, കോപ്പിറൈറ്റ്, പേറ്റന്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇത് ഇൻടാഞ്ചിബിൾ അസറ്റിൽ വരിക. ഓക്കെ, അപ്പോ അസറ്റ് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ടേംസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.